ഇതാ സാറേ ഡയറി. ആ എടാ, പിന്നെ ലൂക്കയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഇന്നലെ പറഞ്ഞ ആശാൻ ശിവൻ. ആളെ കിട്ടിയിട്ടില്ല. പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു സങ്കേതമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആ കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലേ, എന്താ ശ്രീസായി ബിൽഡേഴ്സ്, അവരുടെ കൺസേൺഡ് ആൾക്കാരെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് വയ്ക്കും. ഒന്നും അങ്ങനെ ഓപ്പൺ ആക്കി ഇടണ്ട. ശരി. എന്നാൽ നിങ്ങൾ വിട്ടു, നാളെ കാണാം. സാറിന്ന് നേരത്തെയാണല്ലോ. നീ അവിടെ വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയാം. നീ വിഷമിക്കുന്നതിൻ്റെ 100 ഇരട്ടി പെയിനുണ്ട് എനിക്കിപ്പോൾ. ഒന്നാമത് നീ കൂടെയില്ല, എന്നെ കൂടെ ഇരിക്കാൻ സമ്മതിക്കാതെ ഇറക്കി വിടുകയും ചെയ്തു. അതുപോട്ടെ, നിന്നെ ഹാപ്പിയാക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ലെറ്ററിൻ്റെ കൂടെ. പലതവണ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ വായിക്കാൻ നോക്കി എൻ്റെ ആ ഡയറി ഇല്ലേ, അതാണ് സംഭവം. ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നു, ഇത് വായിക്കാനുള്ളൊരു പാകതയും പക്വതയൊക്കെ വരുമ്പോൾ ഇത് ഞാൻ നിനക്ക് തരുന്നു. പിന്നെ ഇതിൽ ഞാനും നീ മാത്രമേ ഉള്ളൂ. നമ്മൾ വഴക്കിട്ട് പരിചയപ്പെട്ട ആദ്യത്തെ ദിവസം എനിക്ക് തോന്നിയൊരു കൗതുകം. അന്നത്തെ ഒരു ദിവസത്തെ തീരില്ല നമ്മുടെ പരിചയം എന്നൊരു തോന്നൽ. അതിൽ തുടങ്ങിയ എഴുത്താണ്. നമ്മുടെ ഇടയിൽ നടന്ന കുസൃതികളും ചെറിയ വഴക്കുകളും നിന്റെ ചില തല്ലുകൊള്ളിത്തരങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ. ഈ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇത് മുഴുവൻ വായിക്കും. ഇതെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്യും. കഴിയുമ്പോൾ നിനക്കെന്നെ കാണാൻ തോന്നും. അപ്പോൾ ഇങ്ങ് പോരാ, നമുക്കെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ലൂക്ക, എന്തൊരു ഷോർട്ട് ടെമ്പേർഡ് ആടോ താനൊരു ആർട്ടിസ്റ്റ് അല്ലേ? കുറച്ച് വിമർശനങ്ങളൊക്കെ കേൾക്കാനുള്ളൊരു ക്ഷമ കാണിക്കണ്ടേ? എന്തോ ഒരു അലമ്പായിരുന്നു ഇന്നവിടെ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇയാളൊരു കഥയില്ലാത്ത കക്ഷൻ. ഈ ദേഷ്യമൊക്കെ ചുമ്മാ ഫേക്കല്ലേ? താൻ ചിലപ്പോ എൻ്റെ നല്ലൊരു ഫ്രണ്ട് ആവാൻ സാധ്യതയുണ്ട്. അത് നോക്കിയേ, അതോ? നല്ല രസമുണ്ട്. പിന്നെ വാ അങ്ങോട്ട് പോവാം. എനിക്ക് എത്ര ഓർത്തിട്ടും മനസ്സിലാകാതെ നല്ലൊരു സൺഡേ. നീ എന്തിനു വെറുതെ ഇതൊക്കെ കാണാൻ എന്നെ പിടിച്ചോണ്ട് വന്നു? നീയല്ലേ പറഞ്ഞത് നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. ഷോപ്പിംഗ് പ്ലാനേക്കാൾ എന്തായാലും ബെറ്റർ തന്നെ. നിനക്ക് ഇൻസ്റ്റാളേഷൻസ് എല്ലാം ഇഷ്ടമില്ലാത്തുള്ളൂ. അപ്പുറത്ത് നല്ല പെയിന്റിങ്സ് ഉണ്ട്, അവിടെ കിട്ടും. ബെസ്റ്റ്. കെട്ടി തൂക്കിയിട്ടേക്കുന്നിട്ടൊന്നും മനസ്സിലാകല്ലോ ഒരു പെയിന്റിങ്. അയ്യേ, ഇതെന്താ ഈ ചവറൊക്കെ? നീ ഇങ്ങനെ പുച്ഛിക്കല്ലേ, ഇതിന് എന്തെങ്കിലുമൊക്കെ മീനിങ് ഉണ്ടാവും. തേങ്ങയാണ്. ഇവർക്കൊക്കെ വല്ല നല്ല സീനറിയോ നമ്മളെ പോലെ ഭംഗിയുള്ള പെൺകുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? ഒന്നെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ തട്ടിക്കൂട്ട്. ഈ 2 എക്സ്ട്രീംസ് ഞാൻ ഇതിലൊക്കെ കാണുന്നുള്ളൂ. എന്താ തട്ടിക്കൂട്ടോ? ഈ ഇൻസ്റ്റലേഷൻ ചെയ്യാത്ത സമയത്തിലാണെന്ന് അറിയുമ്പോൾ 2 മാസം. 2 മാസമോ? ഇതിനോ? ഒന്ന് പോകും മാഷേ. അല്ല, പണിയറിയില്ലെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമൊക്കെ എടുത്തു വരും. അല്ല, നീ വലിയ ആർട്ട് ലവറാന്നല്ലേ പറഞ്ഞേ? ഇതിലേക്ക് നോക്കിയിട്ട് എന്താ ഇത്ര വലിയ അർത്ഥം എന്നൊന്ന് പറഞ്ഞേ. ഇതെങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് വായി കുത്തിക്കേണ്ട സാധനമല്ല. സമയവും താല്പര്യമുള്ളവരോട് വന്നത് കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ തന്നെ പോലെ സമയം കളയാനും ബുദ്ധിജീവി ചെയ്യാനും വേണ്ടി വരുന്നവർക്കുള്ള സ്ഥലമല്ലോ. എന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നുകൂടാന്ന് പുറത്തുള്ള എഴുതി വെച്ചൂടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാക്കട്ടെ, മിനിമം സെൻസറുകൾക്ക് പറ്റിയ സ്ഥലമാണ്. അല്ല, താൻ തന്നെ വെറുതെ ഇങ്ങനെ ഷോ ഇറക്കുന്നത്? അല്ല, സീൻ ഇറക്കാൻ കെട്ടിയെടുക്കണേ അവിടെ ഫുള്ള് പ്രശ്നമാണ്. ഇങ്ങോട്ട് പോയാൽ വഴി കാണിച്ചു തരാം. ആരെ പ്രശ്നം ഉണ്ടാക്കുന്നത് കാണുമല്ലോ. ഈ റോഡിന്റെ മൂടുന്നായി ചെയ്യാൻ നിങ്ങളൊന്ന് മാറുന്നേ, ഒന്ന് സഹകരിക്കും പ്ലീസ്. ഇങ്ങ് വന്നേ. എന്താ നീ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഉള്ളത് നോക്കി വന്നേ.
തോന്നരുത്. നീ കാണിച്ച മഹാബോറായിപ്പോയി. പക്ഷെ നീ കണ്ടതല്ലേ എന്തൊരു ദേഷ്യം ആരോഗ്യൻസും ഒക്കെ ആയിരുന്നു അയക്ക്. കഴിവുണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഓവറാവാനൊന്നും പാടില്ല. ആണല്ലേ? നീ കഷ്ടപ്പെട്ട് ചെയ്ത് നിന്റെ റിസർച്ച് മെറ്റീരിയൽ കൊണ്ട് നീ നിന്റെ ഗൈഡിൻ്റെ അടുത്ത് പോവാ. അപ്പം അയാൾ നിന്റെ മുഖത്ത് നോക്കി പറയുന്നത് 10 പൈസയെ കൊള്ളൂലെന്ന്. നീ എന്ത് ചെയ്യും? അയാളെ കൊല്ലും ആയിരിക്കും. ആണല്ലേ? അത്ര അയാളും ചെയ്തുള്ളൂ. ഒരു സോറി പറയണോ? പറയുന്നത് നല്ലതാ, പക്ഷെ നീ ഇപ്പം അയാളടുത്ത് ചെന്നാൽ തല്ല് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പോണ്ട. ഹലോ, ഏയ് അതെ, നമുക്ക് പോണ്ടേ? എനിക്ക് ട്രെയിൻ ഉണ്ട് വൈകുന്നേരം. അതെ, ഒരു കാര്യം ചെയ്തോ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇതൊന്നും സോൾവ് ആക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, ബൈ. കാണാം. ബൈ. വേറൊരു പടം കിട്ടിയില്ല, അയാളുടെ തുണിയില്ലാത്ത പടം തന്നെ വരച്ചു വെക്കാൻ. നീയൊക്കെ ഇവന് വലിയ സപ്പോർട്ട്. കഴിഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ അവിടെ ഉണ്ടാവും. ഒന്ന് പറയണം. എക്സ്ക്യൂസ് മീ. എടോ, തനിക്ക് ബന്ധമുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്കൊരു കോഫി കിട്ടിയ. എടോ ചിൽ. അതെ, നേരത്തെ ഇങ്ങനെ ഔട്ട് ഓഫ് ദി ബ്ലൂ താൻ പെട്ടെന്ന് കയറി ദേഷ്യപ്പെട്ടു വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. എനിക്കറിയാം ഞാൻ കുറച്ച് ഓവറായിരുന്നു. ഐ എം റിയലി എടോ, താൻ നേരത്തെ പറഞ്ഞ പോലില്ലേ, എനിക്ക് തീരെ താല്പര്യമോ വിവരമോ ഒന്നും ഇല്ലാത്തൊരു ഫീൽഡാണ്. കൂടെ കണ്ട ഫ്രണ്ടില്ലേ, അവൾ പിടിച്ച് കയറ്റിയതാ. എന്നിട്ട് ട്രെയിൻ മിസ്സാവും എന്ന് പറഞ്ഞ് അവൾ പോവുകയും ചെയ്തു. സത്യമായിട്ടും ഇനി മേലെ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഉറപ്പാണോ? ഇനി മേലെ നിങ്ങൾ എക്സിബിഷൻ്റെ എഴുത്ത് വന്നത് മാത്രമല്ല അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടിപ്പോരും. ഇത് രണ്ടും ഓക്കെയാണെങ്കിൽ വേണേ കാപ്പി പിടിക്കാൻ പോവാം. എൻ്റെ പേര് നിഹാരിക. ക്ലോസ് ആയിട്ടുള്ളവർ നിഹ എന്ന് വിളിക്കും. ഇവിടെ ഒരു റിസർച്ചും പരിപാടിയൊക്കെ ആയിട്ടാണ്. ലൂക്ക. ക്ലോസ് ആയവരും ക്ലോസ് അല്ലാത്തവരൊക്കെ അങ്ങനെ തന്നെ വിളിക്കാം. ഇത് തന്നെ സ്ഥലം, ഇതൊക്കെ തന്നെ പരിപാടി. എടോ, പിന്നെ നേരത്തെ ഇതിനെ ശരിക്കും സോറി കേട്ടോ. ആ ആർട്ട് വർക്കിന് എന്തിനാ അത്രയും ദിവസം എടുത്തതെന്ന് എനിക്ക് ഒന്ന് നേരെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ക്ഷമിച്ചിരിക്കുന്നു. എടോ, സാരമില്ലടോ, അത് എൻ്റെ മാത്രം പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആരും അക്കാര്യത്തിൽ മോശമല്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാത്തിലും കയറിയങ്ങ് പോയി. അത് ശരിയാ, പക്ഷേ തന്നെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ ഇങ്ങനെ ചാടി കടിക്കാമോ? ഐ മീൻ യു ക്യാൻ ബി കുറച്ചുകൂടി ഓപ്പൺ ടു ക്രിറ്റിസിസം ആൻഡ് ഓൾ ദാറ്റ്. നോ, ഹേയ്, അതൊക്കെ വേറെ ലെവൽ ആൾക്കാരല്ല. ഞാൻ വെറും സാധാ ലോക്കൽ. താൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട്. അപ്പോൾ എനിക്ക് കയറിങ്ങ് കൊള്ളും, പിന്നെ അവന്മാർക്കും കൊള്ളുന്നുണ്ട്. അവന്മാർ മനസ്സിൽ വിളിക്കുന്ന തെറി ഞാൻ പുറത്ത് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പൊതുവെ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ടൈപ്പാണ്. അപ്പോൾ എൻ്റെ വകെ ഒരു സോറി പിടിച്ചോ. കുറച്ചധികം എന്ന് പറ. ആഹാ, ഇതൊരു ചെറിയ എക്സിബിഷൻ സ്പേസ് ആണല്ലോ. അകത്തേക്ക് വരാമോ, അതോ അന്നത്തെ പോലെ ചീത്ത വിളിക്കോ? ധൈര്യമായിട്ട് അകത്തേക്ക് വരാം, പക്ഷെ അവിടെ കാണുന്ന സാധനങ്ങളെ പറ്റി വാ തുറന്നേക്കരുത്. എങ്ങനെ തപ്പിപ്പിടിച്ച് എത്തി ഇങ്ങോട്ട്? അത് എനിക്കൊരു പെയിന്റിങ് വേണമായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഇല്ലേ, അവൾക്ക് ആ അലമ്പിൽ അതൊന്നും നേരെ കാണാൻ പറ്റിയില്ല എന്ന് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് വീക്ക്. അപ്പം ഞാൻ വിചാരിച്ചു സാറിൻ്റെ ഒരു പെയിന്റിങ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ തപ്പിപ്പിടിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് സാറ് ഭയങ്കര ഇൻ്റർനാഷണലാണ്, അപ്പം നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വന്നതല്ലേ, ഒരു ഓട്ടോഗ്രാഫ് എങ്കിലും വാങ്ങാമെന്ന് വെച്ചു. അതുമില്ല. അതെ, ഇങ്ങനെ അഫോർഡബിൾ അല്ല എന്നൊന്നും പറഞ്ഞ് പറത്തല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. ഓക്കെ, പക്ഷെ വൺ റിസ്ക് ആണ് താൻ എടുത്തിരിക്കുന്നത്. പൊതുവേ ഞങ്ങൾ കലാകാരന്മാർക്ക് സ്ത്രീ വിഷയത്തിൽ ചീത്തപ്പേരുള്ളതാണ്. പ്രത്യേകിച്ച് എന്നെ പോലെ സുന്ദരനും സുമുഖനും സിംഗിളുമായ ഒരാൾക്ക് അത് കുറച്ച് കൂടുതലായിരിക്കും. നീ അത്ര നീറ്റല്ലെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് നീ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തില്ലേ, അന്നോട്ടെങ്കിലും തിരിച്ചു മറിച്ചു ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിനിമം ഒരു 10 ലെക്ചറെങ്കിലും കേട്ടിട്ടുണ്ടോ? ആര്? ജയിപ്പിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആളൊരു നല്ല മനുഷ്യനാണെന്നാണോ ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രമല്ല പുള്ളിക്കനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ചിലപ്പോൾ ആരെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആയിരിക്കും. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, പുള്ളി ഒരു കിഡിലൻ റൈറ്ററാണ്. പുള്ളിയുടെ കോളംസിനൊക്കെ മറ്റു പത്രക്കാർക്കില്ലാത്തൊരു ഒരു ഭംഗിയുണ്ട്. അങ്ങനെയല്ലേ? എന്താ അങ്ങനെ തന്നെ നിൽക്കും. എന്താ ഇത് എന്താ തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് വരച്ചോട്ടെ. ഓക്കെ, പക്ഷെ അനങ്ങല്ലേ ദോഷം.
ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന പിന്നെ കൂടുതൽ സമയം എടുക്കും. ഇല്ലല്ല, മുഖം അങ്ങോട്ട്. അയ്യോ, കരിയായി. കൈ ഇവിടെ. ഓക്കെ. കഴിയാറായോ? കഴിയട്ടെ, കഴിവ് പറയാം. എടോ മതി മതി, കഴിഞ്ഞിടോ, കഴിഞ്ഞു. എനിക്കിനി നിൽക്കാൻ വയ്യ. ഫൈനൽ ടച്ച് ഉള്ളൂ. വാ. അയ്യേ, ഇതെന്താ കണ്ണുനീരൊക്കെ? താൻ കരഞ്ഞുകൊണ്ട്. ഞാനോ? ഞാൻ എപ്പോഴാ കരഞ്ഞ? ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇരുന്നെ. താൻ കരയുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചിരിയായിരുന്നില്ലേ അത്? താനിത് എന്തൊക്കെയായി പറയുന്നേ? എടോ, ഇത് ചുമ്മാ മുന്നിൽ കാണുന്നതിലും പകർത്തി വെച്ചിട്ട് കുറെ കളവ് വാരി തേക്കുന്ന പരിപാടിയല്ല. മുന്നിൽ കാണുന്നത് എന്താണോ അതിന്റെ പിറകിൽ എന്താണ് നടക്കുന്നത് എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. താനോടെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുമെന്നല്ലായിരുന്നു, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിച്ച് താൻ എങ്ങോട്ടൊക്കെയോ പോയി. പക്ഷെ ആ ആലോചനയും തൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല, കയ്യിലുണ്ടായിരുന്നു. താൻ ആലോചിക്കും തോന്നുന്ന എൻ്റെ മുഖത്ത് ചിരി ഒഴിച്ച് ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരുന്നു. തൻ്റെ കവിളിലെ വെളുത്ത നിറം മാറി ബ്രൗണായി, പിന്നെ അത് ബേബി പിങ്കായി, പിന്നെയും മാറിയത് റെഡായി. തൻ്റെ കണ്ണുകളും ഒട്ടും ഫോക്കസ്ഡ് അല്ലായിരുന്നു. വളരെ സ്പീഡിലൊന്നും അല്ലെങ്കിലും തൻ്റെ കണ്ണുകൾ എന്തോ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവിടെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ അവിടെ നിൽക്കുമ്പോൾ തൻ്റെ 2 കണ്ണും നന്നായിട്ട് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ വളരെ ഫോഴ്സ്ഫുള്ളി ആ കണ്ണുനീര് താഴെ വീഴാതെ പിടിച്ചു നിർത്തി. ഞാനത് താഴെ വീഴ്ത്തി, അത്രേ ഉള്ളൂ. എടോ, ഞാൻ പറഞ്ഞില്ല, ഇതൊരു ചുമ്മാ പകർത്തി വരയ്ക്കുന്ന പരിപാടിയല്ല. മുന്നിൽ കാണുന്നതിൻ്റെ പിറകിൽ എന്താണോ അതാണ് എൻ്റെ വിഷയം. ഇനി പറ, ഈ വരച്ചിരിക്കുന്നല്ലേ സത്യം? സത്യമായതുകൊണ്ടല്ലേ താനൊന്നും പറയാത്തേ? ലൂക്ക, നീ എന്താ നേരത്തെ എൻ്റെ അങ്കിളിനെ കുറിച്ച് പറഞ്ഞേ? ഒരു ദിവസം നീ അയാളെ ഇവിടെ കൊണ്ടുവരണം, എന്നിട്ട് അയാളെ ഇവിടെ പിടിച്ചിരുത്തി ആളുടെ പടം വരയ്ക്കണം. അപ്പം ചിലപ്പോൾ അയാളുടെ മറ്റൊരു മുഖം നിനക്ക് കാണാൻ പറ്റും. ബട്ട് ഫോർ ദി ആക്ടർ ഹിയേഴ്സ്, അയാൾ നിന്നെയും പറ്റിക്കും. നീ പറഞ്ഞ ശരിയാ. നേരത്തെ നീ അയാളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കും അവിടെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് മൊത്തം അയാളെ പറ്റിയാ. അയാൾ ഇല്ലാതാക്കി എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി. ലൂക്ക, അമ്മ മാത്രമുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ബ്രദർ എന്ന് പറയുന്നത് വെറും ഒരു അങ്കിള് മാത്രമല്ല, അച്ഛനെ പോലെ തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ മാസവും നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നമ്മളെ കാണാൻ വരുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വരുന്ന നല്ലൊരാൾ, അച്ഛനോളം സ്നേഹിക്കുന്ന ഒരാൾ. പക്ഷെ ഇടയ്ക്കെപ്പോഴോ അയാളുടെ സ്നേഹപ്രകടനങ്ങളുടെയൊക്കെ രീതിയിലൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. ബദൻ അമ്മയുടെ ബ്രദറും ബെസ്റ്റ് ഫ്രണ്ടും മെൻറ്ററും ഒക്കെ ആയ ഒരാളെ പറ്റി അങ്ങനെ ഒരു കാര്യം അമ്മയുടെ അടുത്ത് പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അമ്മയുടെ പില്ലർ ഓഫ് സ്ട്രെങ്ത് ആയിരുന്നു അയാൾ. പെങ്ങൾക്കും കൊച്ചിനും വേണ്ടി ജീവിതമൊക്കെ മാറ്റി വെച്ചൊരാൾ. എങ്ങാനും ഞാൻ ഈ ആലോചിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് തോന്നിയതായിരുന്നെങ്കിലും വീണ്ടും ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് I was being abused all this while എന്ന് എനിക്ക് മനസ്സിലായത്. ഒരു ദിവസം അങ്കിൾ എന്നെ കൂടെ നടക്കാൻ വിളിച്ചു. പേടിയായിരുന്നു എനിക്ക്. ഒഴിവാകാൻ കുറേ നോക്കിയെങ്കിലും അമ്മ നിർബന്ധിച്ചപ്പോൾ എനിക്ക് കൂടെ പോണ്ടി വന്നു. ഒരു പബ്ലിക് റോഡിൽ വെച്ച് അയാൾ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ എൻ്റെ ധൈര്യം. നമ്മൾ കുറച്ചു നേരം നടന്നു തുടങ്ങി അയാളെൻ്റെ കൈയും പിടിച്ചൊരു ഇടവഴിയിലേക്ക് കയറി. ഒരു പുൽമേട്ടിലായിരുന്നു അന്ന് ചെന്ന് അവസാനിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നിട്ടുള്ള ഏറ്റവും നീളം കൂടിയ വഴിയായിരുന്നു അത്. കാണാവുന്ന ദൂരത്തോളം ഒരാൾ പോലും ഇല്ലായിരുന്നു. അന്നത്തെ എൻ്റെ നെഞ്ചിരിപ്പിൻ്റെ ഒരു വേഗമുണ്ട്.
അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ പേടിച്ച പോലെ ഒന്നും നടന്നില്ല. എൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അതുവരെ എന്നോട് ചെയ്ത എല്ലാത്തിനും മാപ്പ് പറയായിരുന്നു അയാൾ. ഒന്നും അമ്മയുടെ അടുത്ത് പറയരുതെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ലൂക്ക ഒരേ സമയം കൺഫ്യൂസിങ്ങും ഡിസ്റ്റർബിങ്ങും ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അന്ന് ചിലപ്പോൾ എങ്ങാനും അയാൾ അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതെല്ലാം അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ. പക്ഷെ എൻ്റെ മുന്നിൽ അന്ന് അങ്ങനെ കിടന്ന് കരഞ്ഞൊരാൾ അയാളുടെ ഫേസ് സേവ് ചെയ്യാൻ ഏത് എക്സ്റ്റെൻഡ് വരെയും പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അന്ന് അങ്കിളിന് കൊടുത്ത വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. അങ്കിൾ എന്നും അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. her only pillar of strength. 12 വർഷം കഴിഞ്ഞിട്ടും ഒന്നുമേ നടന്നിട്ടില്ലാത്ത പോലെ അയാൾ അഭിനയിക്കുന്നത്. പക്ഷെ എനിക്ക് അതിന് പറ്റില്ല. Because I hate him. Because I hate him so bloody much. ലൂക്ക, ഞങ്ങൾ ഈ പെൺപിള്ളേർക്ക് എക്സ്പെക്റ്റേഷൻസ് ഒരുപാട് കൂടുതലാണ്. അത് ഈ പ്രേമത്തിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര ഓവറാണ്. നിന്റെ പ്രപ്പോസൽ ആക്ച്വലി അത്ര പോരായിരുന്നു. കുറച്ചുകൂടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഡ്രാമയും ഒക്കെ ആവായിരുന്നു. പിന്നെ കുറേ അധികം റൊമാൻറ്റിക്കും ആവായിരുന്നു. നീ ഒരു സൂപ്പർ ഹീറോ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നീ എന്ന ആർട്ടിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നീ എന്ന മനുഷ്യനുള്ള പരിമിതികൾക്കപ്പുറമുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി ഇന്നത്തെ പോലെ നീ തളർന്നു പോകുമ്പോൾ ഐ റിയലി ഹേറ്റ് ദി ആർട്ടിസ്റ്റ് ഇൻ യു. ബിക്കോസ് ഐ എം മാഡ്ലി ഇൻ ലവ് വിത്ത് ദ പേഴ്സൺ യു ആർ. എടോ, താൻ എന്നെ വിട്ടിട്ട് പോവോ? ഞാനെവിടെ പോവാനാ? ഇതല്ലേ എൻ്റെ ലോകം. സലോമി ചേച്ചി പറയുന്ന പോലെ കുപ്പിയും പാട്ടയൊക്കെ പറക്കി പെയിൻ്റൊക്കെ അടിച്ച് ഞാനിവിടെയൊക്കെ തന്നെ കാണും. താനല്ലേ ജിപ്സി. താൻ എന്നെ ഇട്ടിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഞാനെങ്ങനെ പോവും? പോയ തന്നെ എവിടം വരെ പോവും? തനിക്ക് പോകാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളില്ലേ. ബാംഗ്ലൂർ അമ്മയുടെ അടുത്തേക്ക് പോവാം, അല്ലെങ്കിൽ കൽക്കത്തയിൽ അച്ഛൻ്റെ വീട്ടുകാരില്ലേ അവിടെ പോവാം. ഒന്നുമില്ലെങ്കിൽ റിസർച്ചൊക്കെ തീർത്ത് വിദേശത്ത് വല്ലതും പോയി സെറ്റിലാവാം. തനിക്ക് എവിടെ വേണമെങ്കിലും പോവാം, പറന്ന് കിടക്കാം. പക്ഷെ ഇതിലെവിടെ പോയാലും ഇവിടെ കിട്ടുന്നൊരു സേഫ്റ്റി ഉണ്ടല്ലോ, അത് കിട്ടുമോ? എല്ലാം ഭയങ്കര പെട്ടെന്നായി പോയെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? അയ്യേ, ആരുടെടുത്തെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നുന്ന ഇങ്ങനെ ആലോചിച്ച് പ്ലാനൊക്കെ ചെയ്യേണ്ട കാര്യമാണോ? അതൊക്കെ ഇതേപോലെ ഇങ്ങനെ നൈസായിട്ട് സംഭവിക്കണം. പിന്നെ നിൻ്റെ ഒരു ഇളക്കമൊക്കെ കണ്ടപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. ആൻഡ് സി, എൻ്റെ ഇൻറ്റ്യൂഷൻസ് തെറ്റാറില്ല. അതുകൊണ്ട് എങ്ങാനും നീ പെട്ടെന്ന് പോലും ചാടിക്കയറി പ്രപ്പോസ് ചെയ്താൽ ഒരു യെസ് പറയാൻ ഞാൻ റെഡിയായിരുന്നു. ആണോ? ആ ശരിക്കും? ഒരു മിനിറ്റ്. എന്താ, എവിടെ പോവാ? ഇതെന്താ? അമ്മയുടെയോ? കണ്ണിന്റെ മുമ്പിലില്ലെങ്കിലും ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നൊരർത്ഥം. മോളെ, ഒരു ചൂട് കട്ടാപ്പി തരൂ. ഈ കെട്ടൊന്ന് പറയാനാ.
എടാ നീ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? ആ മാർട്ടി സലോമി വരാത്ത എന്താന്ന് നിനക്കറിയോ? അറിയടാ, കുഞ്ഞമ്മയ്ക്ക് സംഭവിച്ച എന്താന്ന് നിനക്കറിയോ? ആ എടാ, നിന്റെ ചുറ്റും നടക്കുന്ന എന്താന്ന് അറിയണമെങ്കിൽ ഇനി വേറെ ആരെങ്കിലും വന്ന് പറയണോ? ഇങ്ങോട്ടാ നിന്റെ ഇങ്ങോട്ടാ. എല്ലായിടത്തും എന്റെ കണ്ണെത്തണോന്ന് വെച്ചാൽ ഇന്നലെ കമ്പനിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഇറങ്ങണമെന്ന് പറഞ്ഞു. കോടതിയിൽ നിന്ന് ആ കടലാസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ പോകാനാണ്. അപ്പം നിങ്ങൾ പിള്ളേർ കമ്പനിക്കാരുമായി സംസാരിച്ച് എല്ലാം ശരിയാക്കിയെന്നല്ലേ പറഞ്ഞത്? എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ എന്താ സംഭവിച്ചെന്നറിയില്ല. ആ കുഞ്ഞമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. 2 പ്രാവശ്യം അറ്റാക്ക് വന്നതാണ്. 10-30 കൊല്ലമായി കെട്ടിയനെ കാത്തിരിക്കണത്. ഈ കോളനിയിലെ വീടല്ലാതെ അവർക്കൊന്നുമില്ല. അല്ല, എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. ആശാനും ലൂക്കയും ഹോസ്പിറ്റലിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അധികാരം ഉണ്ടാക്കിയ വീടാ. അങ്ങനെ വരുമ്പോ ഞാനിവിടെ വേണ്ടേ? ഞാനങ്ങ് പോവില്ല. കോർട്ട് ഓർഡർ പ്രകാരം നാളെ കോളനി ഒഴിപ്പിക്കും. അവിടെ നിന്ന് എല്ലാവരും പോകാനായിട്ട് തയ്യാറായതാണ്. അപ്പോഴാ കുഞ്ഞമ്മ എടുത്ത് കിണറ്റി ചാടിയത്. சத்தம் கேட்டுச்சு. கிணத்துக்கிட்ட போய் பார்த்தா கிணத்துக்குள்ள விழுந்திருந்தாங்க. செத்து போயிருப்பாங்கன்னு நான் நினைச்சேன். പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങെടുത്ത് ചാടി. ഭാഗ്യത്തിന് മുടി കൈ കിട്ടി, പൊക്കി അങ്ങ് കയറ്റി. ഇങ്ങോട്ട് മാറി കൊടുക്കണ്ടില്ല. ലൂക്ക ഒന്നിങ്ങ് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നിൻ്റെ ഫ്രണ്ട്സിനോട് പറയാം. അവർ പോയി ചെയ്യട്ടെ. ഇന്ന് ഓൾറെഡി നല്ല ഡിസ്റ്റർബ്ഡാ. പ്ലീസ് നമുക്ക് വീട്ടിൽ പോകാൻ ലൂക്ക. എനിക്കൊരു കുഴപ്പമില്ല, ഐ എം ഓക്കെ. നീ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് പേടി നിൻ്റെ അവസ്ഥയാണ് ലൂക്ക. നിൻ്റെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും ആർട്ടിസ്റ്റിക് ഇൻസ്റ്റിങ്സും ഒക്കെ എനിക്ക് മനസ്സിലാവും. ചില കാര്യങ്ങൾ അത് കാണാനും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ശക്തി നിൻ്റെ മനസ്സിലില്ലാന്ന് നീ അത് അക്സെപ്റ്റ് ചെയ്യണം ലൂക്ക. ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കയറി ഒളിച്ചിരിക്കണോ? നീ എന്ന് പറഞ്ഞ പോലെ കുറേ മനുഷ്യർക്ക് മനസ്സിലാവാത്ത പെയിന്റിംഗ് ഒക്കെ വരച്ചത് ഇവിടുത്തെ അപ്പർ ക്ലാസ്സിൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം പൊന്നുമലയ്ക്ക് വിറ്റ് ആ കാശ് കൊണ്ട് ഇവിടെ എല്ലാ ലക്ഷറിയുള്ള കിങ്സ് ലൈഫ് ലൈഫ് ഞാൻ ജീവിക്കുന്നതാണ് നീ വിചാരിച്ച്? അങ്ങനെയാണ് നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് നിന്നെ കുറച്ച് അധികം മനസ്സിലായതുകൊണ്ടല്ല ലൂക്ക. നിനക്ക് ഇനിയും നിന്നെ മറന്നിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നീ ഇതൊക്കെ ചെയ്ത് അവസാനം എങ്ങനെ എൻഡപ്പ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എനിക്ക് നിന്നോട് സൂചിച്ച് ജീവിക്കാനുള്ള കൊതി കാരണമൊന്നുമല്ല. അത് നിനക്ക് വേണ്ടിയാ, നീ സഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. എൻ്റെ കയ്യിലുള്ള ആർട്ടിനെ ഈ പവറൊക്കെ ഉള്ളു ലൂക്ക, അത് നിനക്കില്ല. നീ അത് മനസ്സിലാക്കിയേ പറ്റൂ. യു ആർ നോട്ട് എ ഗോഡ് സൂപ്പർ ഹീറോ. ഐ നോ. എൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ എന്നെ കൈപിടിച്ച് നടത്താൻ തുടങ്ങിയ ശിവനാശൻ. പിന്നെയും ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് കൂട്ടുവന്ന സലോമി ചേച്ചി മാട്ടും ചേട്ടനൊക്കെ. കുഞ്ഞമ്മയുടെ കാര്യം നീയും കണ്ടല്ലേ? ഇവരൊക്കെ ചേരുന്നതാണ് എൻ്റെ ലൈഫ്. ഇവരെയൊക്കെ മറന്ന് ഇതൊന്നും കണ്ടില്ല എന്നടിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് അങ്ങനെ സെൽഫിഷ് ആവാൻ പറ്റില്ല. ഞാൻ എനിക്ക് തോന്നുന്നു നീ പോയി ചെയ്യും. കാരണം ഇതൊക്കെ നിന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. പക്ഷെ എനിക്ക് നീ എൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ലൂക്ക. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും. ഞാനിത് എക്സ്റ്റെൻഡ് വരെയും പോകും. ഇതിലേക്കൊന്നും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. നീ എന്തിലേക്കാണോ പോകുന്നത് ഞാനും കൂടെ വരും. എനിക്കറിയാം ഈ ഒരു രാത്രിയുള്ളൂ ഈ കോളനിക്കാർക്ക്. അവർക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കും ഈ ഒരു രാത്രിയുള്ളൂ. ലൂക്കയുടെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ടൂർ പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ് സാറേ. റോഹനാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. പിന്നെ നിഹാരിയുടെ കാര്യം സാറ് പറയുമ്പോൾ നമ്മൾ അറിയുന്നു. ഈ റോഹൻ നിങ്ങളുടെ കീബോർഡിസ്റ്റ് അല്ലേ? അതെ സാർ. ആളില്ലായിരുന്നോ അപ്പോൾ നിങ്ങളുടെ കൂടെ ടൂറിന്? ഉണ്ടായിരുന്നു സാർ, പക്ഷേ ആള് ബാംഗ്ലൂർ ടൂർ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ പനിയൊക്കെ കൂടി സീരിയസ് ആയി നമ്മളാൾ നാട്ടിലോട്ട് വിട്ടു.
അപ്പോൾ റോഹൻ ഈ ദിവസങ്ങളിൽ നാട്ടിലുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു സാർ, പക്ഷേ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ആളെ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ നാട്ടിലോട്ട് വിട്ടത്. ലൂക്കേനെയും നിഹാരികേനെയും രോഹൻ കണ്ടതായിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു? ഇല്ല സാർ, നമ്മുടെയും ലൂക്കയുടെ ഒക്കെ ഫ്രണ്ട്സ് തന്നെയാണ് റോഹനെ ഹോസ്പിറ്റലിൽ നോക്കിക്കൊണ്ടിരുന്നത്. അവർ തന്നെയാണ് ബാൻഡിൻ്റെ ഫണ്ടിങ്ങും പരിപാടിയൊക്കെ. പിന്നെ ലൂക്ക് ഇങ്ങനത്തെ സീനിൽ വരില്ല സാറേ. അവന് ഹോസ്പിറ്റലിൽ സാധനമൊന്നും സെറ്റാവില്ല. പിന്നെ നിഹാരികയും റോഹനും അത്ര പരിചയമില്ല, അതുകൊണ്ട് അവർ കാണാൻ സാധ്യത കുറവാണ്. കണ്ടെങ്കിൽ പറഞ്ഞേനെ എന്നോട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ ലൂക്കയുടെ ബോഡി ഇതുവരെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് അലോഷിനെ വിളിച്ചാൽ മതി. ഓക്കെ സാർ. പിന്നെ സൂരജേ, ലൂക്കയുടെ വീടിൻ്റെ കീ നിങ്ങളുടെ കയ്യിലല്ലേ? അതൊന്ന് കാണണമല്ലോ. കീ സാർ, കീ ആക്ച്വലി റോഹൻ്റെ കയ്യിലാണ് ഉണ്ടാവാറ്. ആളുടെ ചെയിനിൽ ലോക്കറ്റായിട്ട് ഇട്ടിരിക്കുക. കേട്ടിടത്തോളം ആ താക്കോല് കയ്യിലുള്ള ആൾ കുറച്ച് പ്രശ്നമില്ല സാറേ? പ്രശ്നമാക്കണമെങ്കിൽ ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ക്രൈം ചെയ്യാനുള്ള മോട്ടീവൊന്നും അവനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ നിഹാരികയുടേത് ആത്മഹത്യ തന്നെ ആണ് എന്നുള്ള അസംപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു സെയിം പോയിസണിൻ്റെ പ്രസൻസ് വെച്ച് നോക്കുമ്പോൾ ഈ 2 മരണങ്ങളും ഒരാൾ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തോന്നുന്നില്ല. 2 ഇടത്തേക്കും എത്താൻ കഴിയുന്ന, 2 സ്ഥലത്തേക്കും ആക്സസ് ഉള്ള, 2 പേരെയും നന്നായിട്ട് അറിയാവുന്ന ആരോരാണ്. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാവുന്നതാ, അതും ഞങ്ങളുടെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്ത സ്കൗണ്ടറിൻ്റെ കാര്യത്തിന്. അലോഷി, ഇനി മേലാൽ എൻ്റെ കുഞ്ഞ് എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ചാലുണ്ടല്ലോ, താനാ കൊച്ചിനോട് ചെറുപ്പത്തിൽ കാണിച്ചു കൂട്ടിയ വൃത്തിയോടൊക്കെ അവള് കൃത്യമായിട്ട് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് തന്നെയാണോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്? നാണുണ്ടോടോ തനിക്കൊക്കെ? അലോഷി മതി, മാറി. അപ്പം എങ്ങനെ ജെ പി, എല്ലാം പറയുമല്ലേ? അതോ ഞങ്ങൾ ഞങ്ങളുടെ രീതി പറയിക്കണം? എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്ത് ഞാൻ പറയാം. നിഹാരികയുടെ കാര്യത്തിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിന് ഞാൻ അവളുടെ കാല് പിടിച്ച് ക്ഷമയും ചോദിച്ചിട്ടുണ്ട്. അവളതൊരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും. ബട്ട് ഐ വാസ് എ ചേഞ്ച് മാൻ. ചേഞ്ച് വന്നുകൊണ്ടായിരിക്കും നീ അവരെ 2 പേരെ അങ്ങ് തീർത്തത് അല്ലടാ. എന്നെ വിശ്വസിക്കണം. നിഹമോളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി അവൻ ചാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലാതെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ആൻഡ് how could you even imagine that I have done this? ഇയാൾ ശരിയാവില്ല. അലോഷി, നമുക്ക് പോവാം. ജെ പി, താൻ ഒന്നോർത്തോ, താൻ എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. തൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നും തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇതിലതൊന്നും മതിയാവാതെ വരും. ബിലീവ് മീ, ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മിസ്റ്റർ ജെ പി. യെസ്. തനിക്ക് ഇതിനും വേണേൽ കള്ളം തന്നെ പറയാം. നിഹാരിക മരിച്ചതിന് ശേഷം താൻ എപ്പോഴെങ്കിലും ലൂക്കയെ കണ്ടിരുന്നോ? ഒന്നുകൂടെ കൃത്യമായി ചോദിച്ചാൽ, ലൂക്ക മരിച്ച ദിവസം രാത്രി താൻ അയാളെ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ അവനെ അവസാനമായിട്ട് കാണുന്നത് അന്നത്തെ റിസപ്ഷനിൽ നിന്ന്. അതിന് സമയമായിട്ടില്ല പറയാം. അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല കേട്ടോ. ഈ 2 മരണങ്ങളും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ആദ്യം സംശയിക്കേണ്ടത് ജെ പിയെ തന്നെ. കാരണം ഏറ്റവും മോട്ടീവുള്ള സസ്പെക്റ്റും ഇയാൾ തന്നെയാണ്. പക്ഷേ ഈ 2 സംഭവങ്ങളുമായി ഇയാൾ നേരിട്ട് കണക്ട് ചെയ്യാനുള്ള യാതൊരു തെളിവും നമ്മുടെ കയ്യിലില്ല. അത് കിട്ടുന്നവരെ അയാൾ സേഫാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആ ശിവനെയും കോളനിയിലെ പിള്ളേരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം, എന്നിട്ട് ഡിസൈഡ് ചെയ്യാം. ശരിടാ. ഓക്കെ, ശരി കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. വേണ്ട, ഇരിക്കും. താഴെ ദിവസം മുഴുവനും അടച്ചിട്ടിരുന്നിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. അതാ കുറച്ചു നേരം ഇവിടെ വന്നിരിക്കാന്ന് ഓർത്ത്.
ഞാൻ ചായ എടുക്കാൻ പറയട്ടെ? വേണ്ട, താനിരിക്കെ. എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കറിയില്ല അക്ബർ. എന്ത് പറ്റി ഒരു ടെൻഷൻ? ജയറാം സാർ ഇടയ്ക്ക് പറയാറുണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഒരു പോലീസുകാരനായിരുന്നുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്തൊരു കോൺട്രഡിക്ഷൻ ആണല്ലേ. ഒരു ഉത്തരത്തിൻ്റെ പുറകെയാണ് ഫാത്തിമ. നീ വായിച്ചു കാണും ആർട്ടിസ്റ്റ് ലൂക്ക എന്ന് പറഞ്ഞ ഒരാളുടെ മരണത്തെ പറ്റി. ഞാൻ കേട്ടിരുന്നു. കഴിഞ്ഞ 3 മാസമായി ലൂക്കയുടെ കൂടെ നിഹാരിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ആ കുട്ടി ബാംഗ്ലൂർ വെച്ച് ആത്മഹത്യ ചെയ്തു. ലൂക്കയുടെ ജീവിതത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ വന്നു പോയിട്ടുള്ളൂ. ഇതിൽ ആരെ ചേർത്ത് വേണമെങ്കിലും ഒരു കഥയുണ്ടാക്കാം. അതിന് തക്കതായ കാരണങ്ങളും ഉണ്ട്. പക്ഷേ ഒന്നിനും സോളിഡായ തെളിവുകളില്ല. ഇനി ഇവരൊന്നും അല്ലാത്ത മറ്റാളുകളും ഉണ്ടാവാം. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു വിവരവുമില്ല. വേദനകളൊന്നുമില്ലാതെ ലൂക്ക മരിക്കണമെന്നുള്ളത് നിഹാരികയുടെ മാത്രം ആവശ്യമാണ്. അസുഖം കൊണ്ടോ അവനുണ്ടാകുന്ന ഈ ഫോബിയ ഉണ്ടോ ലൂക്ക ഒരിക്കൽ പോലും സഫർ ചെയ്തതെന്ന് ഏറ്റവും ആഗ്രഹിച്ചിട്ടുണ്ടാവുക അവൾ മാത്രമായിരിക്കില്ലേ? ഗ്രൗണ്ടിനടുത്തുള്ള മരത്തിൽ ഒരാള് തൂങ്ങി നിൽക്കാം. പുറത്തു ചുറ്റും പോലെ ആൾക്കാർ. അയാളിപ്പോൾ ആക്ച്വലി നെക്രോഫോബിക് മാത്രമല്ല, തനാറ്റോഫോബിയ എന്ന കണ്ടീഷൻ കൂടിയുണ്ട്. ഡെത്ത് ആങ്സൈറ്റി, മരണഭയം എന്നൊക്കെ പറയില്ലേ. വിഷമൊള്ളിച്ചെന്നാണ് ആള് മരിച്ചിരിക്കുന്നത്. അത് വായിലൂടെ തന്നെ. ഈ പുസ്തകത്തിന്റെ എത്രാമത്തെ പേജിലാണ് ദൈവഗീത എന്ന് പറഞ്ഞത്? തുപ്പലേജിലെ പുസ്തകത്തിന്റെ പേജ് വരയ്ക്കാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും. എന്നെ ഇത് എക്സ്റ്റെൻഡ് വരെ പോകും. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആയിരുന്നു അവളുടെ റിസർച്ച്. നമ്മുടെ കെമിസ്ട്രിയിൽ കിയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ വന്നപ്പോൾ കണ്ടാമുറി. എന്നെ ഹാപ്പി ആക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ലെറ്ററിന്റെ കൂടെ. പലതവണ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ വായിക്കാൻ നോക്കി എൻ്റെ ആ ഡയറി ഇല്ലേ, അതാണ് സംഭവം.